ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിലെ 2 ക്ലാസ്സുകളാണ്. കഴിഞ്ഞ 2 എപ്പിസോഡ് നിങ്ങൾ കണ്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ക്വസ്റ്റ്യനാണ് റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് എൻ്റയറായിട്ട് ഡിഫറൻ്റ് ആയ 2 ക്വസ്റ്റ്യനാണ്. പല കുട്ടികൾക്ക് റിപ്പോർട്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ടാണോ സാധാ റിപ്പോർട്ടാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് സാധാരണ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് 8 മാർക്കിൻ്റെയും വരാറുണ്ട്, അതേപോലെ 6 മാർക്കിൻ്റെയും വരാറുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈന്, അതായത് നമ്മൾ സാധാ മലയാളം പത്രത്തിൽ ന്യൂസ് പേപ്പർ കാണാറുണ്ട്, അതേ ഒരു ഫോമാറ്റ് തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റൈറ്റിങ്ങിന് വേണ്ടത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാലാണ് ഈ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്യുന്നത്. ശരിക്കും ഫോമാറ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹെഡിങ്, പ്ലേസ്, ഡേറ്റ്, പിന്നെ ആ ഇൻസിഡൻറ്റ് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിനാണ് ശരിക്കും എന്തെന്ന് പറയുക, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുക. കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, മലയാളം പത്രം കാണുന്ന അതേപോലെ ആ ഒരു ഫോമാറ്റിൽ തന്നെയാണ് ഇംഗ്ലീഷിലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും തയ്യാറാക്കേണ്ടത്. പിന്നെ രണ്ടാമത്താണ് റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിലെ ലീഡറാണ് എങ്കിൽ ആ സ്കൂളിൽ ഒരു ഇവൻ്റ് നടന്നു, ഒരു പ്രോഗ്രാം കഴിഞ്ഞു. അപ്പോൾ ആ പ്രോഗ്രാമിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. അതായത് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്, ഇന്ന ആൾ ഇനാഗ്രേറ്റ് ചെയ്തു, ഇന്ന ആൾ വെൽക്കം സ്പീച്ച് നടത്തി, ഇന്ന ആൾ ഫെലിസിറ്റേഷൻ സ്പീച്ച് നടത്തി, ഇന്ന ആൾ വോട്ട് ഓഫ് താങ്ക്സ് നടത്തി. ഈ ഒരു മെത്തേഡ് എഴുതുന്നതിനാണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ഇത് +1ലും +2ലൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഹിൻസ് ഒരു പക്ഷേ അവർ തരും, ആ ഹിൻസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് റൈറ്റിംഗ് തരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു എന്ത് മാത്രമേ തരുള്ളൂ, ടോപ്പിക്ക് മാത്രമേ തരുള്ളൂ. അപ്പോൾ നമുക്ക് സുഖമാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയൊരു സിമ്പിളായൊരു ആൻസർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്താണ് എന്ന് അറിയാത്തവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. നല്ല രീതിയിൽ പഠിക്കഴിഞ്ഞ് വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടും റിപ്പോർട്ട് റൈറ്റിംഗും രണ്ടും ഡിഫറൻ്റ് ആണ് കേട്ടോ. എനിവേ, താങ്ക് യു.